ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ പുതിയ ഡാം വേണമെന്നും അതല്ല ഡീകമ്മീഷൻ ചെയ്താൽ മതിയെന്നുമൊക്കെ അഭിപ്രായങ്ങൾ ഉയരുന്നതിനിടെ കേന്ദ്ര സർക്കാരിൽ നിന്ന് നിർണായക നീക്കം വരികയാണ്. ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിർണായക നീക്കം ഡാം സുരക്ഷാ അതോറിറ്റി നടപ്പാക്കുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇടുക്കി എം.പി. ഡീൻ കുര്യാക്കോസ്. ഡാം സേഫ്റ്റി ചെയർമാനെ നേരിട്ട് കണ്ടെന്നും നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയതായും ഡീൻ കുര്യാക്കോസ് പറയുന്നുണ്ട്. ഒക്ടോബറോടെ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇടപെടുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ചെയർമാൻ നൽകിയ അപേക്ഷയ്ക്ക് പിന്നാലെയാണ് ഇക്കാര്യം അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം. ഇതിനായി NDSA തുടർ നടപടി സ്വീകരിക്കുമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടപടികൾ സ്വീകരിക്കുമെന്ന് ഡാം സേഫ്റ്റി ചെയർമാൻ ഉറപ്പു നൽകിയെന്നും മുല്ലപ്പെരിയാർ വിഷയത്തിലെ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം സൗഹാർദ്ദപരമായി പരിഹരിക്കാൻ സാധിക്കുമെന്നുമാണ് പ്രതീക്ഷയെന്നും ഡീൻ കുര്യാക്കോസ് പറയുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയിൽ ആശങ്ക പങ്കുവച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തിയത് ദിവസങ്ങൾക്ക് മുമ്പാണ്. നിലവിലെ അവസ്ഥ പേടിപ്പെടുത്തുന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കോടതിയെ പോലും ശാസ്ത്രീയമായി ബോധിപ്പിക്കുന്നതിന് സാറ്റലൈറ്റ് സംവിധാനം ആവശ്യമാണെന്നും ഡാം പൊട്ടിയാൽ ആര് ഉത്തരം പറയുമെന്നും കോടതി പറയുമോ എന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. മുല്ലപ്പെരിയാർ നിൽക്കുന്നത് ഹൃദയത്തിന്റെ ഇടിമുഴക്കം പോലെയാണ്. നമുക്കിനി കണ്ണീരിൽ മുങ്ങിത്താഴാൻ സാധിക്കില്ലെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത്. മാത്രമല്ല, വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കുകയും പുതിയ ഡാം എന്ന തീരുമാനത്തിന് ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം തമിഴ്നാട്ടിൽ നിന്ന് രൂക്ഷമായ വിമർശനമാണ് സുരേഷ് ഗോപിക്ക് കേൾക്കേണ്ടി വന്നത്. സുരേഷ് ഗോപി കേരളത്തിന്റെ മന്ത്രിയല്ലെന്നും ഇന്ത്യയുടെ മൊത്തം മന്ത്രിയാണെന്നും തമിഴ്നാട് കോൺഗ്രസ് ഉൾപ്പെടെ പ്രസ്താവന ഇറക്കിയിരുന്നു. പിന്നാലെയാണ് ആവശ്യവുമായി ഡീൻ കുര്യാക്കോസ് MP-യും രംഗത്തെത്തിയത്. വയനാട് ദുരന്തവും തുംഗഭദ്ര അണക്കെട്ടിനുണ്ടായ തകരാറും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സാഹചര്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും ചർച്ച നടത്തി മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുവാൻ ശ്രമം നടത്തണമെന്നാണ് മുല്ലപ്പെരിയാർ സമരസമിതി ആവശ്യപ്പെട്ടത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ മധ്യസ്ഥം വഹിക്കണമെന്നാണ് അവരുടെ ആവശ്യം. മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്ത് 129 വർഷം തികയുന്ന ഒക്ടോബർ 10-ന് കേരളത്തിലെ 129 കേന്ദ്രങ്ങളിലാണ് ജനകീയ കൂട്ടായ്മ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണവും വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത മഴ പെയ്തപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ മഴപ്രദേശത്ത് താരതമ്യേന മഴ കുറവായിരുന്നുവെന്നാണ് പറയുന്നത്. ജലനിരപ്പ് ഇതുവരെ ആശങ്കാജനകമായ വിധത്തിൽ ഉയർന്നിട്ടില്ല. 131.70 അടി വെള്ളമാണ് ഇപ്പോൾ അണക്കെട്ടിലുള്ളത്. ഇത് 136 അടിയിൽ എത്തിയാലേ സ്പിൽവേ ഷട്ടറുകളുടെ ലെവലിലേക്ക് വെള്ളം എത്തുകയുള്ളൂ. അണക്കെട്ടിലെ അനുവദീയ സംഭരണ ശേഷി 142 അടിയാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വിശദമായ പഠനം നടത്താൻ സുപ്രീം കോടതി 2010-ൽ നിയോഗിച്ച ജസ്റ്റിസ് AS ആനന്ദ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് 2014-ൽ അണക്കെട്ടിലെ ജലനിരപ്പ് 136-ൽ നിന്നും 142 അടിയാക്കി ഉയർത്തിയത്. അണക്കെട്ടിന് ബലക്ഷയമുണ്ടെന്ന കേരളത്തിന്റെ വാദം കോടതി അംഗീകരിച്ചിരുന്നില്ല. അണക്കെട്ടിന്റെ സുരക്ഷ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കാൻ മേൽനോട്ട സമിതിക്കും സുപ്രീം കോടതി രൂപം നൽകിയിരുന്നു. 5 അംഗങ്ങളുള്ള ഈ സമിതിയെ സഹായിക്കാൻ 5 അംഗങ്ങളുള്ള ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. ഈ സമിതികളുടെ പരിശോധനകൾ ഇടയ്ക്ക് നടക്കാറുണ്ടെങ്കിലും ജനങ്ങളുടെ ആശങ്കയകറ്റാൻ ഇത് പര്യാപ്തമാകാറില്ല. മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന തമിഴ്നാട്ടിലെ വൈഗാ ഡാമിൽ 56 അടി വെള്ളമാണുള്ളത്. 71 അടിയാണ് ഇതിന്റെ സംഭരണ ശേഷിയും. മുല്ലപ്പെരിയാറിലേക്ക് സെക്കൻഡിൽ 2484 ഘനയടി വെള്ളം ഒഴുകിയെത്തുമ്പോൾ 1400 ഘനയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിലുള്ള കേരളത്തിന്റെ നീക്കത്തെ തമിഴ്നാട് സർക്കാർ എതിർക്കുകയാണെങ്കിലും കേരളം ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. പുതിയ അണക്കെട്ട് എന്ന ആവശ്യം ഉന്നയിച്ച് കേരള നിയമസഭ പ്രമേയവും പാസാക്കിയിട്ടുണ്ട്. അതിനിടെ ഒക്ടോബറിൽ പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ മുഖ്യ പരിഗണന മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയ്ക്കായിരിക്കുമെന്നാണ് ചെയർമാൻ അനിൽ ജെയിൻ പറയുന്നത്. ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ മുഴുവൻ അംഗങ്ങളും ചുമതലയേറ്റെന്നും മുഴുവൻ തസ്തിക രൂപീകരണവും ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്നും പ്രവർത്തനം പൂർണ്ണതോതിലാവുമെന്നുമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ കണക്കിലെടുത്ത് ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് MP നേരിട്ട് സന്ദർശിച്ചപ്പോഴാണ് അക്കാര്യം അദ്ദേഹം അറിയിച്ചത്. വീണ്ടും ഒരു ദുരന്തം കൂടി ആവർത്തിക്കാതിരിക്കാൻ അടിയന്തരമായി പരിഹരിക്കേണ്ട വിഷയമാണ് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. 2021-ൽ കേന്ദ്ര സർക്കാർ പാസാക്കിയ ഡാം സേഫ്റ്റി ആക്ടിന്റെ സെക്ഷൻ 9 അനുസരിച്ച് ഡാം സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതോറിറ്റിക്ക് നേരിട്ട് ചെയ്യാനാവും. കൂടാതെ 2022 ഏപ്രിൽ 8-ലെ സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് മേൽനോട്ട സമിതി എന്തൊക്കെ ഘടകങ്ങളാണോ നോക്കുന്നത് അവയെല്ലാം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ അധികാരപരിധിയിൽ വരുന്നവയാണ്.
ഇതനുസരിച്ച് മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷാ പരിശോധനയും നിരീക്ഷണം, ഇൻസ്പെക്ഷൻ, ഓപ്പറേഷൻ, അറ്റകുറ്റപ്പണികൾ തുടങ്ങിയവ എല്ലാം അതോറിറ്റിക്ക് നേരിട്ട് ചെയ്യാം. ഇതോടെ മേൽനോട്ട സമിതി ഇല്ലാതാവുകയും തമിഴ്നാടിന് ഡാമിന് മുകളിലുള്ള നിയന്ത്രണം കുറയുകയും ചെയ്യുമെന്നും പറയുന്നുണ്ട്.